നിർത്തിയാൽ നമുക്ക് നല്ലത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കളിക്കുന്ന ചില ഗെയിംസ് ഉണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് പൊളിഞ്ഞ് 12 കഷ്ണമായി കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഈ 2-3 റീസൺ കൊണ്ടാണ് ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടേറി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് എന്നുള്ളത്. പറയട്ടെ. നമ്പർ 1, ഹൂ കോൾസ് ഫസ്റ്റ്. അതായത് ആരാദ്യം വിളിക്കും. ഇത് ഞാൻ കുറെ പോയതാണ്, ഇനി ഞാൻ വിളിക്കുന്നില്ല, ഇങ്ങോട്ട് വിളിക്കട്ടെ, 2 മണിക്കൂറായില്ലേ, എന്തിന് ഞാൻ കുറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ എന്താ സംഭവിക്കാന്നറിയോ? ഇത് ഈഗോ ബൂസ്റ്റ് ചെയ്യാനേ സഹായിക്കുള്ളൂ. ഇത് ഭയങ്കര സീനാവും. നമ്പർ 2, ഫൈറ്റ് ത്രൂ വാട്സപ്പ് ചാറ്റ്സ്. വാട്സപ്പ് ചാറ്റിലൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യൂലേ മനുഷ്യന്മാരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് സംസാരിക്കണതിനെ മനസ്സിലാവാത്ത കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ അയക്കുന്ന മെസ്സേജ് കറക്റ്റായിട്ട് അവിടെ കൺവേ ആവണമെന്നില്ല, മീനിങ് മാറും. നമ്മൾ ചിലപ്പോൾ ഇത് ഉദ്ദേശിച്ച് ആവില്ല അയച്ചിട്ടുണ്ടാവാം, പക്ഷെ അവിടെ വേറെ കുറേ പാരലൽ മീനിങ്സ് അതിനുണ്ടാക്കും. അത് ഉള്ളിൽ ചിലപ്പോൾ അവർ നേരം പോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, ഉള്ളിൽ ആഹാ അങ്ങനെയാണല്ലോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്പർ 3, സൈലൻസ് ഇൻ ആൻ ആർഗ്യുമെന്റ്. ചില സമയത്ത് സൈലൻസ് നല്ല ടൂളാണെങ്കിലും കുറേ ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ തീരെ റെസ്പോണ്ട് ചെയ്യാതെ നെവർ മൈൻഡ് ആയിട്ട് അതിനെ സൈലൻസ് കൊണ്ട് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് അപ്പുറത്തുള്ള ആളുടെ ദേഷ്യം കൂട്ടാനേ സഹായിക്കുള്ളൂ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റൂല, പക്ഷെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ ഈ 2-3 സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ നല്ലതല്ലേ. ആഫ്റ്റർ ഓൾ നമ്മുടെ ലൈഫല്ലേ.